നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം മന്നംചേരി ആഘോഷത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA മുഖം കൊടുക്കാതെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കടന്നു പോകുന്ന ദൃശ്യം സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലായി രാഷ്ട്രീയ ചർച്ചാ വിഷയമായി. രമേശ് ചെന്നിത്തല ചെയ്തത് നല്ല കാര്യമെന്ന ഒരു വശത്ത്, മറുവശത്ത് ചെയ്തത് മോശമായി എന്ന അഭിപ്രായങ്ങൾ, ട്രോളുകൾ, അങ്ങനെ ഒരുപാട് സംഭവ വികാസങ്ങളാണ് കഴിഞ്ഞ ദിവസം അരങ്ങേറിയത്. സംഭവം രാഷ്ട്രീയ ചർച്ചാ വിഷയമാവുകയും ചെയ്തു. രമേശ് ചെന്നിത്തല വരുന്നത് കണ്ട് സദസ്സിലുണ്ടായിരുന്ന രാഹുൽ എഴുന്നേറ്റു. പക്ഷേ ചെന്നിത്തല രാഹുലിനെ കാണുന്നുണ്ട്, പക്ഷെ കണ്ടിട്ടും പെട്ടെന്ന് മുഖം തിരിച്ച് ആ ഭാഗത്തേക്ക് പോകാതെ, രാഹുലിനെ ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോവുകയായിരുന്നു. രാഹുലിന്റെ ഒപ്പം നിന്നിരുന്ന ഒരു വ്യക്തി കൈ കൊടുക്കാൻ ശ്രമിച്ചു രമേശ് ചെന്നിത്തലയ്ക്ക്. പക്ഷേ ഇതും രമേശ് ചെന്നിത്തല അവഗണിച്ചു. നെവർ മൈൻഡ് എന്നതടക്കമുള്ള സംഭവത്തിൽ ട്രോളുകൾ നിറയുകയാണ്. ട്രോളുകൾ, അതായത് ഇത്രയും ഗതികെട്ടവൻ ഈ ഭൂമിയിൽ ഇല്ലല്ലോ എന്നടക്കമുള്ള ട്രോളുകൾ നമുക്കറിയാം. സിനിമ ഡയലോഗുകൾ ചേർത്തുള്ള ഒരുപാട് ട്രോളുകളൊക്കെ ഈ സംഭവത്തിൽ രാഹുലിനെതിരെ ഉയരുന്നുണ്ട്. മാത്രമല്ല കുറച്ച് കമൻറ്റുകൾ കൂടി നമുക്ക് നോക്കാം. രമേശ് ചെന്നിത്തലയോട് ഇപ്പോൾ ഒരു അഭിമാനം തോന്നുന്നു എന്നാണ് ഒരു വ്യക്തി കമൻറ്റ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല രമേശ് ചെന്നിത്തല, മോനെ അടുത്തോട്ട് വരല്ലേ, ഇലക്ഷനൊക്കെ വയ്യേ എനിക്കെന്ന് പറയുന്നതായിട്ടുള്ള മറ്റൊരു കമൻറ്റ് കൂടി. മാത്രമല്ല പരിചയം കാണിക്കേണ്ട ഉള്ള മണ്ഡലം കൂടി കയ്യിൽ നിന്ന് പോകുമെന്ന് രമേശ് ചെന്നിത്തല ചിന്തിക്കുന്നു എന്നടക്കമുള്ള കമന്റുകൾ. മാത്രമല്ല രമേശ് ചെന്നിത്തലയ്ക്ക് അറിയാം ഇതെങ്ങനെ ഡീല് ചെയ്യണമെന്ന കമന്റുകൾ നിറയുന്നുണ്ട്. മറ്റൊരു തലത്തിൽ നോക്കുകയാണെങ്കിൽ കാലത്തിൻ്റെ സുന്ദരമായ കണ്ണിന് കുളിർമയേകുന്ന കാവ്യനീതിയാണ് കഴിഞ്ഞ ദിവസം അവിടെ അരങ്ങേറിയതെന്ന അഭിപ്രായങ്ങളൊക്കെ ഉയരുന്നുണ്ട്. രമേശ് ചെന്നിത്തല ഇനി ജയിക്കണോ എന്നുള്ളത് ലീഗ് തീരുമാനിക്കും എന്നടക്കമുള്ള മറ്റൊരു കമന്റുകൾ നിറയുന്നുണ്ട്. രമേശ് ചെന്നിത്തലയോട് ഒരു ഇഷ്ടം തോന്നി, ഇങ്ങനെയുള്ള ആളുകളെ ഏത് പാർട്ടിയിലായാലും അവോയ്ഡ് ചെയ്യുക തന്നെ വേണമെന്ന് മറ്റൊരാൾ കമന്റ് കുറിക്കുന്നുണ്ട്. മാത്രമല്ല മറ്റൊരു ട്രോൾ ആയിട്ടുള്ളൊരു കമൻറ്റ് ഇപ്രകാരമാണ്: ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ മൈൻഡ് ചെയ്യാതെ രമേശ് ചെന്നിത്തല മുന്നോട്ട് പോയി, പക്ഷെ കുറച്ച് കഴിഞ്ഞ് ചെന്നിത്തല ഫോണിനെടുത്തിട്ട്, എടാ രാഹുൽ, നിന്നോട് അവിടെ നിന്ന് മിണ്ടിയാൽ എന്നെ ചാനലുകാരും പാർട്ടിക്കാരും ഏറാക്കും, അതാ കുട്ടനൊന്നും വിചാരിക്കരുത്, അതാ മൈൻഡ് ചെയ്യാതെ വന്നത് എന്നടക്കമുള്ള ട്രോളുകൾ തരത്തിലുള്ള കമൻറ്റുകളും നിറയുന്നുണ്ട്. പുണ്യജന്മമായ രാഹുൽ ജിന്ദാബാ എന്ന തമാശ. എന്തായാലും ഒന്നാമത് മൊത്തം തലവേദന, ഇനി ഇതും കൂടി വയ്യ നമ്മളില്ലേ എന്നാണ് രമേശ് ചെന്നിത്തലയുടെ ഒരു നിലപാട്, അല്ലെങ്കിൽ ഒരു ആറ്റിറ്റ്യൂഡ് എന്നതടക്കമുള്ള കമൻറ്റുകളൊക്കെ നിറയുന്നുണ്ട്. മാത്രമല്ല രാഹുൽ ചിന്തിക്കുകയാണ്, ഇത്രയും ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാകുമോ കർത്താവേ എന്നടക്കമുള്ള കമൻറ്റുകളാണ് വരുന്നത്. മാത്രമല്ല നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ എടോ വിജയ എന്ന് മുഖ്യമന്ത്രി അഭിസംബോധന ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ എടോ വിജയ എന്നല്ല, എടോ ചെന്നിത്തല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വിളിക്കേണ്ടി വരും എന്നതടക്കമുള്ള മറ്റൊരു കമൻറ്റ് കൂടി നിറയുന്നുണ്ട്. നന്മയുടെ പക്ഷത്താണ് രമേശ് ചെന്നിത്തല നിൽക്കുന്നത്, ലീഡറാണ് അദ്ദേഹം എന്നടക്കമുള്ള കമൻറ്റുകൾ. എന്തായാലും ഉസ്മാനോട് ഒരു റെസ്പെക്റ്റ് ഒക്കെ തോന്നുന്നുണ്ട് ഇപ്പോൾ എന്നടക്കമുള്ള കമൻറ്റുകളൊക്കെ നിറയുന്നുണ്ട്. എന്തായാലും തീർച്ചയായിട്ടും അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ ഈ സംഭവത്തെ വിലയിരുത്തുകയാണ് സോഷ്യൽ മീഡിയ. ചിലർ പറയുന്നു രാഹുലിന് കൈ കൊടുക്കാത്തത് മോശമായി പോയി, അല്ലെങ്കിൽ നോക്കാതിരുന്നത് മോശമായി പോയി എന്ന ഒരു പക്ഷത്ത് പറയുമ്പോൾ, മറുവശത്ത് രമേശ് ചെന്നിത്തല ചെയ്ത് നല്ല കാര്യമാണ്, ഇത്തരത്തിൽ പാർട്ടിയിലുള്ള വ്യക്തികളെ അവോയ്ഡ് ചെയ്യുക തന്നെ വേണം, അവരെ അവഗണിക്കുക തന്നെ വേണം എന്ന് മറ്റൊരു വശത്ത് സപ്പോർട്ടും നിറയുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസത്തെ ഈ സംഭവ വികാസമൊക്കെ വളരെയധികം ശ്രദ്ധേയമായിരുന്നു. സോഷ്യൽ മീഡിയയിലടക്കം ഇതിൻ്റെ വീഡിയോ ഒക്കെ വൈറലായി വലിയ ചർച്ചാ വിഷയമായി, രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു വിഷയമായി ഇത് മാറുകയും ചെയ്തു. ഇജാതി ഊക്കിന് രാഹുലിന് കിട്ടാനില്ല എന്നതടക്കമുള്ള മറ്റു കമൻറ്റുകൾ മാത്രം ഉയരുന്നുണ്ട്. മാത്രമല്ല മുസ്ലിം ലീഗ് മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പോൾ താങ്ങി നടക്കുന്നത് എന്ന ചില കമൻറ്റുകൾ നിറയുന്നുണ്ട്. മാത്രമല്ല രമേശ് ചെന്നിത്തല രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ട ഉടനെ അയ്യോ പീഡനവീരൻ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയതാണ് എന്നതടക്കമുള്ള കമൻറ്റുകളൊക്കെ നിറയുന്നുണ്ട്. ചെന്നിത്തല ചെയ്തതിൽ ഏറ്റവും നല്ല കാര്യമാണ് കഴിഞ്ഞ ദിവസം അരങ്ങേറിയത്. അടുത്ത പ്രതിപക്ഷ നേതാവായിട്ട് അദ്ദേഹം വരട്ടെ എന്ന ആശംസകൾ നേരുന്നു എന്ന കമൻറ്റുകൾ നിറയുന്നുണ്ട്. മാത്രമല്ല രമേശ് ചെന്നിത്തല രാഹുലിനെ കണ്ടപ്പോൾ നീ പോടാ എന്നൊരു ആറ്റിറ്റ്യൂഡായിരുന്നു ഉണ്ടായിരുന്നത് എന്ന കമൻറ്റുകൾ നിറയുന്നുണ്ട്. മാത്രമല്ല ഇവൻ ഇതുവരെ പോയില്ലേ എന്ന് രമേശ് ചെന്നിത്തല ചോദിക്കുന്നു. അത്തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ടായിരുന്നത്. രമേശ് ചെന്നിത്തല രാഹുലിനെ കണ്ട അയ്യോ ഓടിക്കോ എന്നൊരു ആറ്റിറ്റ്യൂഡായിരുന്നു. അങ്ങനെ ഒരുപാട് കമൻറ്റുകൾ, ട്രോളുകൾ ഒക്കെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. മാത്രമല്ല മറ്റൊരാൾ പറയുന്നത് രാഹുലിനോടൊപ്പം എന്നും ഉണ്ടാകും, രമേശ് ചെന്നിത്തല ഉമ്മൻചാണ്ടിയെ ചതിച്ച വ്യക്തിയാണ്
തന്നെയാണ് മുഖ്യമന്ത്രിയാകാൻ എന്നതടക്കമുള്ള കമൻറ്റുകൾ. രമേശ് ചെന്നിത്തലയ്ക്കെതിരെയും കമൻറ്റുകൾ നിറയുന്നുണ്ട്. പിന്നെ അയാൾ നോക്കാതെ പോയപ്പോൾ ആകാശം ഇടിഞ്ഞു വീണല്ലോ എന്നതടക്കമുള്ള മറ്റു കമൻറ്റുകൾ. എന്തായാലും രമേശ് ചെന്നിത്തലയെ അനുകൂലിച്ചും അതുപോലെ തന്നെ രാഹുലിനെ അനുകൂലിച്ചും രാഹുലിനെ പ്രതികൂലിച്ചും രമേശ് ചെന്നിത്തലയെ പ്രതികൂലിച്ചും സമ്മിശ്ര കമൻറ്റുകളാണ് ഈ വിഷയത്തിന്മേൽ ഉയർന്നത്. ബലാത്സംഗ കേസുകളിൽ പ്രതിയായതിനെ തുടർന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെങ്കിലും കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കഴിഞ്ഞ ദിവസം എത്തിയത് ഏറെ ശ്രദ്ധേയമായി. പെരുന്നയിൽ NSS ആസ്ഥാനത്ത് മന്നൻ ജയന്തി സമ്മേളനത്തിലാണ് കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം രാഹുൽ ഇരുന്നത്. രമേശ് ചെന്നിത്തല, PJ കുര്യൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, PC വിഷ്ണുനാഥ്, MK രാഘവൻ തുടങ്ങിയ പ്രമുഖ നേതാക്കൾ ഇരിക്കുന്ന വരിയിൽ തന്നെയാണ് രാഹുലും ഇരുന്നത്. ഇടയ്ക്ക് സമ്മേളനത്തിനെത്തിയ ചിലർ രാഹുലിനൊപ്പം സെൽഫി എടുത്തു. PJ കുര്യൻ ഒരു സ്വകാര്യ ചാനൽ തനിക്കെതിരെ നടത്തിയ പ്രസ്താവനയുള്ള അതൃപ്തി രാഹുൽ നേരിട്ട് PJ കുര്യനെ അറിയിച്ചു എന്നതടക്കമുള്ള വിവരങ്ങൾ വന്നതാണ്. പക്ഷെ അത്തരത്തിലൊന്നും സംസാരം ഉണ്ടായിട്ടില്ല എന്നാണ് PJ കുര്യൻ പിന്നീട് വിശദീകരണം നൽകിയത്. നമുക്കറിയാം, PJ കുര്യൻ രാവിലെ തന്നെ രാഹുലിനെതിരെ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. രാഹുലിനെ മത്സരിപ്പിക്കില്ല, സീറ്റ് കൊടുക്കില്ല, യോഗ്യരായ മറ്റ് പലരെ പാലക്കാട് നിന്ന് തന്നെ കണ്ടെത്തുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ പിന്നീട് ഈ പെരുന്നയിലെ വേദിയിൽ വെച്ച് PJ കുര്യൻ രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടിക്കാഴ്ച ഉണ്ടാകുന്നു. അവർ രണ്ടുപേരും ഒരു 5 മിനിറ്റോളം സംസാരിക്കുന്നു. അതിനുശേഷം PJ കുര്യൻ മലക്കമറിയുന്ന കാഴ്ചയൊക്കെ കഴിഞ്ഞ ദിവസം അരങ്ങേറി. യുവാക്കൾക്ക് പാർട്ടിയിൽ അവസരം നൽകണമെന്നും അങ്ങനെ നൽകുമ്പോഴും ചില കാര്യങ്ങൾ മാനദണ്ഡമാക്കണമെന്നുമായിരുന്നു PJ കുര്യൻ ആദ്യം പറഞ്ഞത്. രാഹുലിന് പാലക്കാട്ട് സീറ്റ് നൽകരുത് തുടങ്ങിയ കാര്യങ്ങളായിരുന്നു അന്ന് പറഞ്ഞത്. മാത്രമല്ല, പ്രതിപക്ഷ നേതാവ് VD സതീശനെ പിന്തുണച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണമായിരുന്നു PJ കുര്യന്റെ ഭാഗത്തുനിന്നുണ്ടായത്. താൻ ഉൾപ്പെടെ മുതിർന്ന നേതാക്കൾ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാറി നിൽക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി മോഹമുള്ള ഒരു ഡസൻ ആളുകൾ കോൺഗ്രസിലുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് ഇത്തവണ MPമാരെ മത്സരിപ്പിക്കാൻ സാധ്യത കുറവായിരിക്കും. 50 സീറ്റുകളിൽ നേരത്തെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ നീക്കമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ലൈംഗിക പീഡന കേസുകളിൽ ആരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് നൽകരുതെന്നും അദ്ദേഹം പറഞ്ഞു. യുവാക്കൾക്ക് അവസരം നൽകണം, എന്നാൽ തിരഞ്ഞെടുപ്പിൽ ഭാഷയും സൗന്ദര്യവും മാനദണ്ഡമാക്കരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോൺഗ്രസിൽ പെരുന്തച്ചൻ കോംപ്ലക്സ് ആർക്കും പാടില്ലെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പറ്റുന്ന യുവാക്കൾക്കും സ്ത്രീകൾക്കും പരമാവധി സീറ്റ് നൽകുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനം ആഗ്രഹിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് രാഷ്ട്രീയത്തിൽ ത്യാഗികളില്ലെന്നും എന്നാൽ തനിക്ക് ത്യാഗിയാകാനും പറ്റുമെന്നായിരുന്നു VD സതീശന്റെ പ്രതികരണം. തിരഞ്ഞെടുപ്പിൽ നിന്ന് ഒരു ഭാഗം മുതിർന്ന നേതാക്കൾ റിട്ടയർ ചെയ്യേണ്ടി വരും. 10 വർഷം കഴിയുമ്പോൾ താനും റിട്ടയർമെന്റിനെ കുറിച്ച് ആലോചിക്കുമെന്നായിരുന്നു VD സതീശന്റെ പ്രതികരണം. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ മുൻനിർത്തിയല്ല UDF തിരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നും VD സതീശൻ വ്യക്തമാക്കുമ്പോൾ അത് ഇടതിനിട്ടുള്ള കൊട്ടായി മാറുകയാണ്. യുവാക്കൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടായിരിക്കും നിയമസഭാ തിരഞ്ഞെടുപ്പിനെ നേരിടുക. തിരഞ്ഞെടുപ്പിൽ ഒരു യുവത്വവും തിളക്കവും ഉണ്ടാകും. എന്നാൽ മുതിർന്ന നേതാക്കളെ പാടെ മാറ്റണമെന്നല്ല പറയുന്നതെന്നും അവർക്കും അർഹമായ പരിഗണന നൽകുമെന്നും ജയിക്കാൻ പറ്റുന്ന യുവാക്കൾക്കും സ്ത്രീകൾക്കും പരമാവധി സീറ്റ് നൽകുക എന്നതാണ് തീരുമാനമെന്നും VD സതീശൻ പറഞ്ഞു. അങ്ങനെ വരുമ്പോൾ ഒരു വിഭാഗം മുതിർന്ന നേതാക്കൾ റിട്ടയർ ചെയ്യേണ്ടി വരും. കോൺഗ്രസിൽ പെരുന്തച്ചൻ കോംപ്ലക്സ് ആർക്കും പാടില്ല എന്നടക്കമുള്ള ഒരു മുന്നറിയിപ്പ് കൂടി VD സതീശൻ നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.